സുന്ദരി ചേട്ടാ ചേട്ടാ എന്നെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ട് കാണ്ടാമൃഗത്തെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണിച്ചില്ലല്ലോ. ഓണത്തിന് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഓണത്തിന് നമ്മൾ എന്റെ വീട്ടിൽ പോവല്ലേ? അതാ പറഞ്ഞ കാണിച്ചു തരാം. അവിടെ അച്ഛനുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ സാധിച്ചു തരണമെന്ന്. മോടെ ഇഷ്ടമെല്ലാം ഞാൻ സാധിച്ചു തരാം. പക്ഷെ നീ എന്താ എന്റെ ഇഷ്ടം കാണാത്തത്? അയ്യോ ചേട്ടന്റെ ഇഷ്ടം ഞാനില്ലേ, ഞാനിവിടെ ഇല്ലേ? രക്ഷപ്പെട്ടു. എന്നാ എന്തുവാ ഒന്ന് താ. ഇനി വേണോ? വേണ്ട, ഇതിന്റെ പെരുപ്പൊന്ന് മാറട്ടെ. ഒരു ഉമ്മയല്ലേ ഞാൻ ചോദിച്ചത്? അതെ, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അന്യ പുരുഷന്മാർക്കൊന്നും ഉമ്മ കൊടുത്തേക്കല്ലെന്ന്. അയ്യോ, ഞാൻ അന്യപുരുഷനാണെന്ന്. നിന്റെ ഭർത്താവല്ലേ ഞാൻ? ചേട്ടൻ എന്റെ വീട്ടിലല്ലല്ലോ ജനിച്ചത്, അപ്പൊ അന്യ പുരുഷനല്ലേ? ഞാൻ നിന്റെ വീട്ടിൽ ജനിച്ചാൽ ഞാൻ നിന്റെ ആങ്ങളയായി പോകില്ലേ? ആ എന്നാലും ചേട്ടൻ അന്യ പുരുഷനാ, ചേട്ടൻ ഉമ്മ വരാൻ പാടില്ല ചേട്ടാ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ലൊരു കമ്പിളിപ്പൊതുപ്പ് ഉണ്ടായിട്ട് പുതയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. പിന്നെ നിന്റെ അമ്മ ഞാൻ കൊല്ലത്തേ ഉള്ളു കേട്ടോ. അമ്മ കൊല്ലത്തില്ലല്ലോ, അമ്മ കായംകുളത്താ. ഇത് കേട്ടോ, ആ കുളത്തിൽ പിടിക്കാൻ താക്കുന്നുണ്ടല്ലേ ചേട്ടാ. ഇവിടെ എന്തൊരു തണുപ്പ് ചേട്ടാ. ഈ തണുപ്പൊക്കെ ഊട്ടിന്നാന്നോ വരുന്നേ? ഊട്ടിന്നല്ല, AC മോളെ, AC. അയ്യോ എനിക്ക് AC വേണം. കാണാൻ പറ്റത്തില്ല. എനിക്ക് AC കാണണം. അയ്യോ, പിണങ്ങി. മുത്തേ 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 പൊന്നെ പിണങ്ങല്ലേ, എന്തു തെറ്റു ചെയ്തു ഞാൻ. മുത്തേ പൊന്നെ മുത്തേ പൊന്നെ പാടാനോ? ഞാൻ പാടിത്തരാം. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തു തെറ്റു ചെയ്തു ഞാൻ. എന്റെ പെണ്ണെ എന്തോ ഞാൻ കളിക്കാം. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തു തെറ്റു ചെയ്തു ഞാൻ. നീ എന്റെ പെണ്ണെ. കാസറ്റ് തീർന്നു, കാസറ്റ് തീർന്നു. നല്ല രസമായിട്ട് വന്നതായിരുന്നു. ഡാൻസ് കൊള്ളായിരുന്നു, നന്നായിരുന്നു. ഇതിലും നന്നായിട്ട് കളിക്കുമായിരുന്നു. അയ്യോ, കളിക്കാൻ കാര്യമായി. അമ്മ എന്റെ അടുത്തേ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ മോളെ? കല്യാണം കഴിച്ച് ഇങ്ങോട്ട് പോന്നപ്പോ അമ്മ പറഞ്ഞേ ആദ്യത്തെ കൊച്ചുണ്ടാകത്തില്ലയോ, അമ്മയുടെ ആഗ്രഹേ അത് പെങ്കൊച്ചായിരിക്കണമെന്ന്. നടന്നത് തന്നെ. അപ്പൊ ഇത് കേട്ടോണ്ട് തൊട്ട് പുറകെ വന്ന അച്ഛൻ പറയാ അച്ഛന്റെ ആഗ്രഹം ആങ്കൊച്ചാവണമെന്നാണ്. ആങ്കൊച്ചായാലും കൊള്ളാം, പെങ്കൊച്ചായാലും കൊള്ളാം. എന്റെ ആവണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനിപ്പോ ഞാൻ വേറെ കെട്ടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടനെ കല്യാണത്തിന് മുമ്പ് എന്തൊരു സ്നേഹമായിരുന്നു. എന്നെ ചക്കരേ, പഞ്ചാരേ, കൽക്കണ്ടവേ, മുന്തിരി എന്നൊക്കെ വിളിക്കത്തില്ലായിരുന്നോ? ഞാൻ അറിഞ്ഞോ ഇത് കാലം കഴിഞ്ഞ് പുഴുപ്പല്ലാവും. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ഇതെന്താ ഇത്? ഇവിടെ എവിടൊക്കെ തിരക്ക് ഞാൻ. എന്താ ഐസ് മുട്ടായി പിടിക്കേ. ഇതൊന്ന് കമ്പ് മാത്രമേ ഉള്ളല്ലോ. കമ്പ് മാത്രമേ എന്റെ കുഴപ്പമാണോ? രാവിലെ 10 മണിക്ക് ഇത് മേടിച്ചോണ്ട് നിങ്ങളെ തിരക്ക് നടക്കുക. ഈ ചൂടത്ത് ഇപ്പൊ മണി 2 ഇത് കമ്പായത് എന്റെ കുഴപ്പമാണോ? എന്റെ തെറ്റാണോ? എന്റെ ഈശ്വരൻ, എന്റെ സുന്ദരിക്ക് ഞാൻ എന്ത് കൊടുക്കും? ഞാൻ എന്റെ സുന്ദരിക്ക് ഞാൻ എന്ത് കൊടുക്കും? എന്റെ സുന്ദരി ഇതോ ജനിക്കുന്നതിന് മുമ്പ് പേരിട്ടാണോ? കണ്ണ് കാണത്തില്ലായിരുന്നു. സുഖമില്ലാത്ത കൊച്ചാണ്. സുഖമില്ലാത്ത കൊച്ചു. പ്രശ്നമുണ്ട്, സകലം പ്രശ്നം. ഇത് നിനക്ക് അറിയത്തില്ലായിരുന്നോ? അറിയായിരുന്നു. പിന്നെ അങ്ങനെ കിട്ടിയതാ, കാശ് നോക്കി കെട്ടിയതാ. അപ്പൊ ഇങ്ങനൊക്കെ ഇരിക്കും. അതെ അതെ. ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയോ? എന്ത്? അമ്മയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നോക്കണമെന്ന്. ഞാൻ നീ ഒരു പണത്താവാണോടാ? വെറുതെ ഒരു ഭർത്താവ്. ഇതിനെ കൊണ്ട് വല്ല പാലയിലും കൊണ്ട് തറക്കടാവേ. അതാണ് നോക്കുന്നത്. കല്യാണത്തിന് മുമ്പ് ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞ? എനിക്ക് അതും ഇതും വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞ? അതും ഇതും വാങ്ങിത്തരാന്ന്. ഇത് ഇതൊക്കെ മോശമാടവേ. എന്താണ്? കല്യാണത്തിന് മുമ്പ് അത് മേടിച്ചു കൊടുക്കുക, ഇത് മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോ പറ്റിക്കാണല്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ചോദിച്ചോട്ടെ? നമ്മൾ മീനെ പിടിക്കാതിരുന്ന നല്ല ഇര ഇട്ട് കൊടുക്കും. എന്നിട്ട് മീനെ പിടിച്ച് കരക്കിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഹോർലിക്സ് മേടിച്ച് കൊടുക്കുവോ? ഇല്ലല്ലോ. ഇല്ല. അതാണ് ഇതാണോ വലുത്? അതും വലുതായി, ഇതും വലുതാ. അതിനേക്കാൾ വലുതാ എന്റെ മുത്ത്. അതെ 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 അതെ. ഇനി വന്നേ, നിങ്ങൾ ഇവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടായിരുന്നു? എല്ലാം കണ്ടു. മാജിക് കണ്ട്, ഡാൻസ് കണ്ട്,
ഉണ്ട്, പിന്നെ ഒരു പെൺകുട്ടിയുടെ ഞാൻ നൃത്തമുണ്ട്. ഡാൻസ് കളിച്ചു ഇവിടെ അല്ലേ? ഡാൻസ് കളിച്ചാ എല്ലാം കണ്ട അപ്പൊ എന്നാ അയ്യോ നിങ്ങൾ ഈ മരണക്കിണർ കണ്ടായിരുന്നു? മരണക്കിണർ കണ്ടില്ല. മരണക്കിണർ കണ്ടില്ലേ? ഇല്ല, കണ്ടില്ല, കണ്ടില്ല. എന്നാ നമുക്ക് മരണക്കിണർ കാണാൻ പോകാം. മണക്കിണർ എനിക്ക് പേടിയാ. അത് കുഴപ്പമില്ല. ഞാൻ- പേടിക്കാനൊന്നുമില്ല, പേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ 1000 രൂപ എക്സ്ട്രാ ആകും. ആണോ? ഈ മണക്കിണി വണ്ടി ഓടിക്കുന്ന കാര്യമാണ് എനിക്ക് ഒരു പേടി, കാണുമ്പോ ഒരു പേടി. മരണക്കിണറി വണ്ടി ഓടിക്കുന്ന അതൊന്നും ഒന്നുമില്ലടോ, പേടിക്കാനൊന്നും ഒന്നുമില്ലേ? അതിനകത്ത് കയറിയ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ഗിയർ ഇടുക, കണ്ണു അടച്ചോണ്ട് സ്റ്റിയറിംഗ് പിടിച്ചോണ്ടിരുന്നാ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എത്ര പേർക്ക് അത്രേ ഉള്ളൂ. എനിക്ക് പേടിയാണ് കാണുമ്പോൾ. ഒന്നുമില്ലെന്ന്, അത് കുഴപ്പമൊന്നുമില്ല. പേടിക്കണ്ട. പിന്നെ ചെറിയ ഫീസ് ഉണ്ട്, 1000 രൂപ. അത് അത് തരാം. അയ്യോ, എല്ലാത്തിനും fees മരണക്കിണർ ഉണ്ടല്ലേ? കാണുവേ, പിന്നെ? മരണക്കിണർ കാണുവേ, മരണക്കിണർ കാണും. എന്നാ പോ ചെല്ലേ. ഇത് മരണക്കിണറല്ല, മരണത്തിലോട്ടാ പോകുന്നത്. തടിയോ പ്രേതം എന്ന് പറയുന്ന മലയാള സിനിമയാണ് മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ മാജിക്കിലെ മെന്റലിസം എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് ഒരുപാട് വേദികൾ ഉണ്ടാക്കി കൊടുത്തത്. ഓക്കെ, ഈ മെന്റലിസം നേരത്തെ ഉണ്ടെങ്കിൽ പോലും സാധാരണ ജനങ്ങളിലേക്ക് എന്താണ് മെന്റലിസം എന്ന് എന്താ പറയുക അറിയപ്പെടാൻ തുടങ്ങിയത് ഈ മൂവിക്ക് ശേഷമാണ്. ഇപ്പം എനിക്കൊക്കെ അതെ, ആ ഒരു സമയത്ത് ന്യൂസ് പേപ്പറുകളിലൊക്കെ കുറേ എന്താ പറയുക മെന്റലിസം അല്ലെങ്കിൽ മെന്റലിസ്റ്റുകൾ ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത് ആ ഒരു ടൈമിലാണ്. ചില ആൾക്കാർക്ക് മെന്റലിസ്റ്റുകളെ പേടി, അതുകൊണ്ട് മെന്റലിസം ഷോയ്ക്ക് പോവാറ് പോലും ഇല്ല. അതെന്താണ് എന്ന് വെച്ചാൽ മനസ്സ് റീഡ് ചെയ്തെടുക്കുന്ന ആളല്ലേ, അപ്പം നമ്മുടെ മനസ്സെങ്ങാനും വായിക്കുമെന്നൊക്കെ വെച്ചിട്ട് പേടിച്ച് ആ ഷോയ്ക്ക് പോവില്ല. പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കര കൗതുകമാണ് മെന്റലിസം. അതെ. അപ്പോൾ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ കുറേ മെന്റലിസം നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത ഒരു തരം മെന്റലിസമാണ് ഇനി വേദിയിലേക്ക് വരാൻ പോകുന്നത്. ഒരു കാസർഗോഡുകാരനാണ് ഇത് അവതരിപ്പിക്കുന്നത്. മിസ്റ്റർ സുരേഷ് നാരായൺ, സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. മനസ്സും ജാലവിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ദ മെന്റലിസ്റ്റ് ഷോയിലേക്ക് അവർക്കും സ്വാഗതം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു കുറച്ച് പുസ്തകങ്ങൾ. യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾ കാസർഗോഡ് സെക്കൻഡറി സ്വിച്ചിങ് ഏരിയ, അതായത് ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ കീഴിലുള്ള ടെലിഫോൺ ഉപഭോക്താക്കളുടെയും പേരും അവരുടെ നമ്പറും അടങ്ങിയ പുസ്തകങ്ങളാണിത്. ഇവിടെ 4 പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റൈറ്റ്? ഇനി എനിക്ക് വേണ്ടത് ഓഡിയൻസിൽ നിന്ന് ഒരു 9 പേരെ എനിക്ക് ഈ വേദിയിലേക്ക് ആവശ്യമുണ്ട്, പ്ലീസ്. ഞാൻ നിങ്ങൾക്ക് 7 പേർക്കും ഓരോ ടാഗ് തരുന്നുണ്ട്. ആ ടാഗ് നിങ്ങൾ കഴുത്തിൽ ധരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്നത് എൻ്റെ കൈവശമുള്ള 7 കവറുകളാണ്. യഥാർത്ഥത്തിൽ ഈ കവറിനകത്ത് 7 പ്രഡിക്ഷൻസ് ആണുള്ളത്. ഞാൻ ചില നമ്പറുകൾ ഞാനിവിടെ പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൈറ്റ്? ഈ കവർ ഇവിടെ ക്ലിപ്പ് ചെയ്യാം. നേരത്തെ പരിചയപ്പെടുത്തിയ ഈ 4 ഡയറക്ടറിയിൽ നിന്നും നമുക്കൊരു ഡയറക്ടറി വേണം. അതിന് എനിക്ക് ഓക്കെ, ഈ ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കൈ പൊക്കോ. ഓക്കെ, എന്താ മകൻ്റെ പേര് പറഞ്ഞാൽ? ഹരിപ്രസാദ്. ഓക്കെ, ഹരിപ്രസാദ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ 4 ഡയറക്റ്റ് കാണുന്നുണ്ട്, റൈറ്റ്? ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ പറയാം, അതായത് ബിറ്റ്വീൻ 1 and 4, 1, 2, 3, 4 നമ്പറിൽ ഒരു നമ്പർ ഹരിപ്രസാദിനെ വിളിച്ച് പറയാം. 2. യു വാണ്ട് 2? ഓക്കെ, 2 എന്ന് വെച്ചാൽ എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വേണോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണോ? ലെഫ്റ്റ് സൈഡിൽ നിന്ന്. ഓക്കെ, റൈറ്റ്. ഇനി ഹരിപ്രസാദ് വേദിയിലേക്ക് വന്നോളൂ. ഈ രണ്ടാമത്തെ ഡയറക്ടർ കയ്യിലെടുത്തോളൂ. യഥാർത്ഥത്തിൽ ഇതിൽ എത്ര പേജുണ്ടെന്ന് നോക്കാം, അതായത് ഒന്ന് തുറന്നു നോക്കിക്കോളൂ. ആ ഡയറക്ടർ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഈ ടെലിഫോൺ ഡയറക്ടറിയിൽ 2 മുതൽ 887 പേജുകളുണ്ട്. നമുക്കൊരു പേജ് നമ്പർ വേണം. അതിനുവേണ്ടി ഓഡിയൻസിൽ നിന്ന് ഓക്കെ, എന്താ പേര് പറഞ്ഞ മകൻ്റെ? ഗോപികൃഷ്ണൻ ഒരു നമ്പർ പറയാം, അതായത് ബിറ്റ്വീൻ 2 and 887. 222. ആ നമ്പർ മാറ്റാനുണ്ടോ? യു വാണ്ട് ടു ആ നമ്പർ മനസ്സിൽ നിന്ന് മാറ്റി വേറെ നമ്പർ എടുക്കാനുണ്ടോ എന്നാണ് ചോദിച്ചത്? നോ, ഫിക്സഡ്, റൈറ്റ്. ഒരു കാര്യം ചെയ്യാം, ആ പേജ് നമ്പർ 222 ഒന്ന് തുറന്നോളൂ. 222 പേജ്. ആക്ച്വലി 222 നമ്പർ പേജിൽ എത്ര കോളമുണ്ട്? 3 കോളം, റൈറ്റ്? 1, 2, 3 കോളമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കോളം സെലക്ട് ചെയ്യണം. ഒരാളൊന്ന് കൈബന്ധിക്കാമോ ഓഡിയൻസിൽ നിന്ന്? ഓക്കെ, മോളുടെ പേര്? മീനു. ഈ പേജിൽ 222 പേജിൽ 3 കോളം കാണുന്നുണ്ട്. ഒരു കോളം നമുക്ക് സെലക്ട് ചെയ്യണം. ഒരു നമ്പർ പറയാം. യു വാണ്ട് നമ്പർ 2. രണ്ടാമത്തെ കോളം വേണം.
യെസ്. ഇപ്പോൾ 1, 2, 3 ഇതാണ് കോളം, റൈറ്റ്? അത് നോക്കി വെച്ചോളൂ. ഇനി എനിക്ക് ഒന്ന് വരാമോ ജ്യോതി പ്ലീസ്? ഞാൻ ജ്യോതിക്ക് ഈ ഒരു പാഡും മൈക്ക് വേണ്ട, ഈ ഒരു മാർക്കർ പെന്നും നൽകുന്നുണ്ട്, റൈറ്റ്? ചെയ്യേണ്ടത് ഹരിപ്രസാദ് നമ്പർ വിളിച്ചു പറയും. ആ സമയം വലിയ അക്ഷരത്തിൽ ആ നമ്പർ ഇവിടെ എഴുതണം. എഴുതുന്നത് ഓഡിയൻസിന് വേണം കാണിക്കാം, റൈറ്റ്? ഓക്കെ. ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ടാമത്തെ കോളം, റൈറ്റ്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു വിസിറ്റിംഗ് കാർഡ് ഞാൻ പാസ് ചെയ്യുമ്പോൾ എവിടെ വേണം നിർത്താൻ വേണ്ടി പറയാം, റൈറ്റ്? അല്ല ആയില്ല. ഓക്കെ. ആ സമയം ആ നമ്പർ പിന്നെ വിളിച്ചു പറഞ്ഞു, റൈറ്റ്? ഓക്കെ. നിങ്ങൾ റെഡി ആയിട്ടിരുന്നോളൂ. ഓക്കെ, തുടങ്ങാം. എവിടെ പറഞ്ഞോളൂ. ആ പൊസിഷൻ മാറ്റാനുണ്ടോ? ഇല്ല അല്ലേ? ജസ്റ്റ് ആ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. ആ, തെറ്റിപ്പോകാൻ പാടില്ല. 285 0867. ഒന്നുകൂടെ കൺഫേം ചെയ്യാം. 285 0867, റൈറ്റ്? കൺഫേം ഉണ്ടല്ലേ? ഒരു കാര്യം ചെയ്യാം, അത് ക്ലോസ് ചെയ്തോളൂ. നമ്പർ 285 0867, റൈറ്റ്? ഞാൻ ഓൾറെഡി പെർഫോമൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ 7 കുട്ടികളുടെ കഴുത്തിൽ ഓരോ ടാഗ് ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ എൻ്റെ ഓരോ പ്രഡിക്ഷനാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ജ്യോതി ഇതൊന്ന് എന്നോട് ചെയ്തു. പെന്ന് മാറ്റി വെച്ചോളൂ. അതൊന്ന് എടുത്തോളൂ പുറത്തേക്ക്. വെയിറ്റ്. വാട്ട്സ് ദ നമ്പർ? മൈ പ്രഡിക്ഷൻ ഇറ്റ്സ് 2. ഒന്ന് എന്നോട് ചെയ്തോളൂ. 2. അതവിടെ ക്ലിപ്പ് ചെയ്തോളൂ. ജസ്റ്റ് ക്ലിപ്പ് ഇറ്റ്. ആൻഡ് വാട്ട്സ് പ്ലീസ്? Next 8. Yes. What's the number? It's 8. And Next 5. next 5. ഒന്ന് കാണിച്ചോളൂ. അവരെ ഓഡിയൻസ് കണ്ടോ? 5. Next 5. Yes, it's 5. And 0. 0. It's 0. 8. Yes. 8. Thank you. 6. That is 6. Tag it. And the last number 7. is 7. Tag it. That is the Mentalist Show by Suresh Narayanan. Thank you, Jyoti. Thank you. This is Grand Magical Circus. അയ്യോ, എന്നെ അടിക്കരുത്. ഇവക്കെന്താ ഭ്രാന്താണോ? മുഴുപ്രാന്താണ് കേട്ടോ, മുഴുപ്രാന്താ പെണ്ണുപിള്ളക്ക്. നിങ്ങൾ അവരെ ഈ മരണക്കിണർ കാണിക്കാൻ കൊണ്ടുപോയതല്ലേ? മണ്ണക്കിണർ കാണിച്ചു, അതിനെ എന്നെ ഇട്ട് അടിച്ചത്. അതിന് മരണക്കിണർ കാണിക്കാൻ കൊണ്ടുവന്ന് എന്നെ വെള്ളമില്ലാത്ത പൊട്ടക്കിണർ കാണിക്കുന്നു എന്നും പറഞ്ഞ എന്നെ അടിച്ചത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുവിടായിരുന്നോ? പറഞ്ഞു മനസ്സിലാക്കാം. ഭർത്താവ് പറഞ്ഞ് മനസ്സിലാക്കിയതാട്ടോ. ഒറ്റ അടിക്കാൻ അവന്റെ ബോധം കെടുത്തി. നിന്നെയാണ് ഇന്ന് അടിച്ച് ശരിയാക്കണം. പ്ലീസ്. മുന്നേ മരണക്കിണർ കാണിക്കാന്ന് പറഞ്ഞിട്ട് പൊട്ടക്കിണർ കൊണ്ട് കാണിച്ചു. ഭർത്താവിന് ഒരു ഒറ്റ അടിക്ക് ബോധം കടത്തി കിട്ടി. ഇവനെ ഞാനിന്ന് കൊല്ലി. ഞാൻ അടിക്കൂടാ നിന്നെ. കലേസേ, ഇവിടെ അച്ഛനെ എനിക്കറിയാം. മുഴുപ്രാന്തൻ. ഒരു മുറുക്കാൻ കട ചെന്നിട്ട് മൈസൂർ പാക്ക് വേണമെന്ന് പറഞ്ഞ അയാളോട് പറഞ്ഞു. അയാൾ മൈസൂർ പാക്ക് കൊടുത്തപ്പം ഇയാള് ചോദിക്കാ, ഇതിലെവിടെയാ മൈസൂർ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കൊന്നു. ഒറ്റയടിക്ക് നിന്നെ ഞാൻ കൊല്ലും. നീ എന്നെ പറ്റിച്ചില്ലടാ. നീ എന്നെ ചോടാനും വയ്യ. ആൾക്കാരെയൊക്കെ പറ്റിച്ചേ 2000-3000 രൂപയൊക്കെ മേടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. അങ്ങനെ തന്നെ വേണം.